എസ്തർ രജിവിഷന് വേണ്ടി നിങ്ങൾ തിരുസഭയുടെ എന്താണ് അഭ്യർത്ഥിക്കുന്നത്? ആൻസജേസിന് വേണ്ടി നിങ്ങൾ തിരുസഭയുടെ എന്താണ് അഭ്യർത്ഥിക്കുന്നത്? ആഡ്വിഗ്നേന് വേണ്ടി നിങ്ങൾ തിരുസഭയുടെ എന്താണ് അഭ്യർത്ഥിക്കുക? ഈ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയ കുഞ്ഞുങ്ങളെ, അത്യന്തം സന്തോഷത്തോടു കൂടെയാണ് ക്രൈസ്തവ സമൂഹം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിന്റെ നാമത്തിൽ നിങ്ങളെ കുരിശടയാളത്താൽ രക്ഷിതായ ക്രിസ്തുവിനെ ഉടമപ്പെടുത്തുന്നു. ഇതാ നിങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ ഞാൻ കുരിശ് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞാൻ മാതാപിതാക്കളെ ഞാൻ ക്ഷമിക്കുന്നു. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന ശിശുക്കളെയും അവരുടെ മാതാപിതാക്കൾ, ജ്ഞാനമാതാപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരെയും കാണിപുറം കടാക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മധ്യമേലും മരണത്തിന്റെയും ഉയർപ്പിന്റെയും ദിവ്യ രഹസ്യതാണ് ജ്ഞാനസ്നാനം വഴി നവജീവൻ നൽകി ഈ കുഞ്ഞിനെ ഉദിതയാക്കി വിശുദ്ധ സഭയിലേക്ക് അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനവും ശരീരവും വഴി സുവിശേഷം സാക്ഷ്യമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധിയും ശിവസ്മൃതി സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെ ജ്ഞാനമാതാപിതാക്കളുടെ ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്ത്യ വിശ്വാസത്തിന് ഉത്തമ മാതൃകയായിരിക്കുവാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തെ അവരുടെ സ്നേഹത്തിൽ എന്നെന്നും നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രസാദപരത്തിന് നവചൈതന്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ പരിശുദ്ധ മറിയമേ, വിശുദ്ധ യോസേഫേ, വിശുദ്ധ സ്നാപകനെ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, സകല വിശുദ്ധരെ, സർവശക്തനും നിത്യമായ ദൈവമേ, ദുർഭൂതങ്ങൾ ഉച്ചാരണം ചെയ്യുന്നതിനും മനുഷ്യന് അന്ധകാരം നടത്തി അങ്ങയുടെ പ്രകാശപരമായ രാജ്യത്തിലേക്ക് ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ കുഞ്ഞുങ്ങളെ ഉദ്ഭവഭാഗം മോചിപ്പിച്ച് അങ്ങയുടെ മഹിമങ്ങളുടെ ആലയമാക്കണമേ. ഇവരിൽ അധിവസിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷക തൈലം കൊണ്ട് നിങ്ങളെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എന്നും ജീവിച്ചു വാഴണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണമേ. നാം ഒന്നിച്ച് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ
എസ്തർ എ രാജേഷിനെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എസ്തർ എ രാജേഷ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. നാം ഒന്നിച്ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ ആൻഡ് സജീസിനെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആൻഡ് സജീസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. നാം ഒന്നിച്ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ ആഡ്വിക്കേയെ ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആഡ്വിക്കേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജനത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹം ഉൾപ്പെടുത്തുകയും ചെയ്തു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്ത ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമായി ജീവിച്ച് നിത്യായുസ്സ് പ്രാപിക്കുവാൻ പിതാവായ ദൈവം നിങ്ങളെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു. എസ്തർ എ രജീഷ്, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന്റെ വസ്ത്രമേ അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുവിൽക്കാരുടെ ഉപദേശത്താലും ജീവിത മാതൃകയിൽ പ്രചോദയായി മക്കളെ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാകുക. നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന്റെ വസ്ത്രമേ അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാലും ഉപദേശത്താലും ജീവിത മാതൃകയായി പ്രചോദയായി മക്കളെ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാകുക. നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിന്റെ വസ്ത്രമേ അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാൽ ഉപദേശിച്ചാലും ജീവിത മാതൃകയായി പ്രചോദിതനായി മക്കളെ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാകുക. മാതാപിതാക്കന്മാരെ, ഞാൻ മാതാപിതാക്കൾ ഈ ദീപം ഒരിക്കലും പുതിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതയാണ്.
അവളൊന്ന് വെളിച്ചത്തിന് മകളായി ജീവിക്കേണ്ടവളാണ്. വിശ്വാസത്തിന്റെ ദീപം അവളുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗ്ഗസ്ഥ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. മാതാപിതാക്കന്മാരെ, ഞാൻ മാതാപിതാക്കൾ ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞു ക്രിസ്തുവായ പ്രകാശിതയാണ്. അവിടുന്ന് വെളിച്ചത്തിന് മകളായി ജീവിക്കേണ്ടവളാണ്. വിശ്വാസത്തിന്റെ ദീപം അവളുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗ്ഗസ്ഥ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. മാതാപിതാക്കന്മാരെ, ഞാൻ മാതാപിതാക്കൾ ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഈ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ്. അവനെന്ന് വെളിച്ചത്തിന് മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിന്റെ ദീപം അവന്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗ്ഗസ്ഥ എല്ലാ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ അവന് ഭാഗ്യം ലഭിക്കട്ടെ. ക്രിസ്തുനാഥൻ ബെഥലേമിലെ കേൾവി ഊമന് സംസാരശക്തി നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ബെഥലേമിലെ കേൾവിയും ഊമന് സംസാരശക്തി നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവിന്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. ക്രിസ്തുനാഥൻ ബെഥലേമിലെ കേൾവിയും ഊമന് സംസാര ശക്തി നൽകി. അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ ആധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ.